നമസ്കാരം, ഗുഡ് മോർണിംഗ്. അങ്ങനെ തിങ്കളാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഈ ഒരാഴ്ചയിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അതാണ് ഈ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ ഒരു ലോക്കൽ ക്യൂസ് എന്ന് പറയുന്നത്. നവംബർ 12-നാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ അഥവാ പണപ്പെരുപ്പ നിരക്ക്. ഗ്ലോബലി നോക്കുകയാണെങ്കിലും യുഎസിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട് നവംബർ 13-ന്. അതാണ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ഈവൻറ്റ്. ഈ രണ്ട് ഈവൻറ്റുകൾ ആയിരിക്കും ഈ ഒരാഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ രണ്ട് പ്രധാന കീ പോയിൻ്റ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ Q2 റിസൾട്ടുകൾ സ്വാഭാവികമായിട്ടും ഓൺഗോയിങ് ആണ്. ട്രെൻഡ് പോലെയുള്ള കമ്പനീസ് കഴിഞ്ഞ 5 ദിവസമായിട്ട് ഫോളാണ്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നലെ റിസൾട്ട് വന്ന ടാറ്റ മോട്ടേഴ്സിൻ്റെ റിസൾട്ടൊക്കെ ഇന്ന് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. രാജ്യത്തിലെ ഏറ്റവും വലിയ PSU കമ്പനിയായിട്ടുള്ള SBEയുടെ റിസൾട്ടും വന്നിരുന്നു. അതും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇന്ന് റിസൾട്ട് ഇനി വരാനിരിക്കുന്ന വലിയ കമ്പനീസ് ഇനിയുണ്ട്. ONGC ഉണ്ട്, ബ്രിട്ടാനിയ ഉണ്ട്, ഹിൻഡൽകോ, ബജാജ് കൺസ്യൂമർ, ബൽറാം ചീനി, അതുപോലെ ഒരുപാട് കമ്പനീസ്. പിന്നെ കുറേ മിഡ് ക്യാബ് കമ്പനീസിൻ്റെ നിരകൾ, ജുബിലാൻഡ് ഫുഡ് തുടങ്ങിയ കമ്പനീസിൻ്റെ നിരകൾ ഉണ്ട്. അപ്പോൾ ഇനി മിഡ് ക്യാബ് കമ്പനീസിൻ്റെ റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിഡ് ക്യാപ്പ് ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റാണ്. അതിലെല്ലാം ട്രേഡ് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കോഷ്യസ് ആവുക. ഏതെങ്കിലും ഒരു കമ്പനീസിൻ്റെ റിസൾട്ട് കാരണം, നല്ല റിസൾട്ട് കാരണം ഒരു 20% ഒരു അപ്പർ സർക്യൂട്ടും, മോശം റിസൾട്ട് കാരണം ഒരു 20% ലോവർ സർക്യൂട്ടും ചെയ്യാൻ നിഫ്റ്റി 50-ലെ കമ്പനീസ് അങ്ങനെ വരാറില്ല. എന്നാൽ മിഡ് ക്യാപ്പിലെ കമ്പനീസ് വരാറുണ്ട്. അത് ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിന് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ടാക്കും. ഈ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഒരു ദിവസം വരുത്തിയിട്ടുള്ള വലിയൊരു ചീത്തപ്പേര് കാരണമാണ് ഇപ്പോൾ എല്ലാ ഓപ്ഷനെയൊക്കെ ബാധിച്ചിരിക്കുന്നത്. 2 രൂപ പ്രീമിയമൊക്കെ ഒരു ദിവസം 200 രൂപ വരെയൊക്കെ പോയി മിഡ് ക്യാപ്പിൻ്റെ. അപ്പോൾ അന്നത് വലിയൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസമാണ് ഈ ഒരു ഫണ്ട് ഇഞ്ചക്ഷൻ നിലനിൽക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമൊക്കെ കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് ഉൾപ്പെടെ ഓപ്ഷനിൽ നിന്നെല്ലാം തന്നെ മാറുകയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 80,000 കടന്നിരിക്കുകയാണ്. ബിറ്റ്കോയിൻ നിക്ഷേപകർക്ക് ഭീകരമായിട്ടുള്ളൊരു നേട്ടം. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡും നിക്ഷേപകർക്കും നല്ല നേട്ടം കിട്ടി. ഗോൾഡ് 2700 ഇന്ന് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. രണ്ടാമത് ബ്രന്റ് ഓയിൽ 23, ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 14ആണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവ്. എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് അല്ല, ഒരു നെഗറ്റീവ് വിത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏറ്റവും താഴെ കാണാൻ ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ അടിച്ചു. ഏറ്റവും താഴേന്ന് മൂന്നെണ്ണമുള്ള യൂറോപ്യൻ മാർക്കറ്റ് റെഡായിരുന്നു. അതായത് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് റെഡായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. HDFC ബാങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ICICI ബാങ്ക് ഒന്ന് ഫ്ലാറ്റാണ്, ഇടിഞ്ഞിരുന്നു, തിരിച്ച് കയറി. റിലയൻസ് 1% ഇടിവ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഉള്ളത്. അതായത് ഇപ്പോഴത്തെ അവസരത്തിൽ നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന നിഫ്റ്റിയിലുള്ള പ്രശ്നമല്ല നമ്മുടെ പ്രധാന പ്രശ്നം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഫോളോ ആവുന്നത്. അല്ലാതെ ഈ ഓവർനൈറ്റ് ഉണ്ടാകുന്ന ഒരു കൊളാട്രൽ ഡാമേജ് അല്ല ഉള്ളത്. മാർക്കറ്റ് ടൈമിൽ തന്നെ പറഞ്ഞുകൊണ്ട് FIs സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഹിഡൻ സെല്ലൊന്നുമല്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, പിന്നീട് സെല്ലിങ് നടക്കുന്നു എന്നുള്ളൊരു രീതിയാണ്. നേർക്ക് നേരെയുള്ള ഏറ്റുമുട്ടുക എന്നൊക്കെ പറയുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ളൊരു സെല്ലാണ് FIs നടത്തുന്നത്. ഇന്ന് പ്രധാനമായിട്ടും സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 12% ഇടിവ് ഇയർ ഓൺ ഇയർ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ 4% ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 42% ഒരു ഫോൾ ഉണ്ടായി. ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു 4.25 രൂപ. ഒലയാണ് ഇതിൽ നെറ്റ് ലോസാണ് ഉണ്ടായിരുന്നത് ഈ തവണയും. പക്ഷേ കഴിഞ്ഞ തവണത്തെ ലോസ് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്.
LIC നെറ്റ് പ്രോഫിറ്റ് 4% ഫോൾ ആയിട്ടുണ്ട്. എന്നാൽ പ്രീമിയം ഇൻകം 11% അപ്സൈഡ് ഉണ്ട്. ഡിവിസ് ലാബ് എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 46% റൈസ് ഉണ്ടായിട്ടുണ്ട്. ആരതി ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 43% ഇടിവുണ്ടായി. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലാബൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. അവർ നെറ്റ് പ്രോഫിറ്റിൽ 31% ഒരു അപ്സൈഡ്. അതുപോലെ തന്നെ ഈ ഒരു ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഉയർച്ച. JSW സ്റ്റീൽ കമ്പനിക്ക് അവർക്ക് ഒരു പുതിയൊരു ഓർഡർ ബൻസാലി ബൽമുഡ കോൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഡൈനാക്കോൺ സിസ്റ്റം കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. JR ഇൻഫ്ര കമ്പനി BSNLൻ്റെ ഭാഗത്തു നിന്ന് 867 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ITA കമ്പനി അതുപോലെ തന്നെ ഒരു 3 പ്രൊജക്റ്റുകൾ 4500 കോടി രൂപയുള്ള 3 പ്രൊജക്റ്റുകൾ അവർക്ക് ലഭിച്ചു. മയൂർ യൂണിക്കോറ്റ്സ് കമ്പനി ഒരു ലെതർ PVC നിർമ്മാതാക്കളാണ്. 28 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഡബിളായി 41 കോടി രൂപ. വേൾപൂൾ കമ്പനി 36 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് 52 ഉയർന്നു, 52 കോടിയിലേക്ക്. ഡ്രീം ഫോൾക്ക് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസ് ചെയ്യുന്ന കമ്പനി 18 നിന്ന് 17 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് ഫ്ലാറ്റായിരുന്നു. ജൂപ്പിറ്റർ വാഗൺ കമ്പനി 81 കോടി രൂപ, ഇത്തവണ 88 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി. ജൂപ്പിറ്റർ ഹോസ്പിറ്റൽ കമ്പനി 31 കോടി രൂപയിൽ നിന്ന് 51 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇനി ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ് അറിയേണ്ടത് ഇനി പ്രധാനമായിട്ടും റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത്, IPO അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെയും നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെയും ലിങ്ക് ഞാൻ വെക്കാം. ഫസ്റ്റ് കമൻറ്റിലുണ്ടാവും, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ.